Hi students, welcome back to Bosco Campus Vision. This is the 18th lecture on Business Regulatory Framework. I am Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In the last session, we discussed about unpaid seller. In today's session, we are going to discuss the rights of an unpaid seller. Under the Sale of Goods Act 1930, the unpaid seller has the following two rights. First right is right against the goods sold, and the second right is right against the buyer. Right against the goods sold. Unpaid seller's rights against the goods sold are the following. First one is where the ownership of the goods has transferred it to the buyer. Second one, where the ownership of the goods has not transferred to the buyer. അൺപെയ്ഡ് സെല്ലറിനുള്ള റൈറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും രണ്ട് റൈറ്റ്സ് ആണ് അൺപെയ്ഡ് സെല്ലറിനുള്ളത്. ഒന്ന് റൈറ്റ്സ് എഗെയിൻസ്റ്റ് ദ ഗുഡ്സ് സോൾഡും റൈറ്റ് എഗെയിൻസ്റ്റ് ദ ബയറും. ഇതിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എടുക്കുകയാണ്, അതായത് റൈറ്റ് എഗെയിൻസ്റ്റ് ദ ഗുഡ്സ് സോൾഡ്. അതായത് വിറ്റ സാധനത്തിന്മേലുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്? അത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള റൈറ്റ്സ് ആണ് റൈറ്റ്സ് എഗെയിൻസ്റ്റ് ദ ഗുഡ്സ് സോൾഡിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ വെർ ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഹാസ് ട്രാൻസ്ഫേർഡ് ടു ദ ബയർ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് വെർ ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഹാസ് നോട്ട് ട്രാൻസ്ഫേർഡ് ടു ദ ബയർ. ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ബയറിന് ട്രാൻസ്ഫർ ചെയ്ത സിറ്റുവേഷൻ ഒന്ന്, രണ്ടാമത്തത് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ബയറിന് ട്രാൻസ്ഫർ ചെയ്യാത്ത സിറ്റുവേഷൻ. അങ്ങനെ രണ്ട് തരത്തിലുള്ള സിറ്റുവേഷൻസിലുള്ള റൈറ്റ്സ് ഒക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് വെയർ ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഹാസ് ട്രാൻസ്ഫേർഡ് ടു ദ ബയർ. ബയറിൻ്റെ അടുത്തേക്ക് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് റൈറ്റ്സ് വരുന്നതെന്ന് നോക്കാം. സെല്ലറിനുള്ള റൈറ്റ്സ്, അതായത് അൺപെയ്ഡ് സെല്ലറിനുള്ള റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആ വിറ്റ സാധനത്തിന്മേൽ എന്തൊക്കെ റൈറ്റ്സ് അൺപെയ്ഡ് സെല്ലറിനുണ്ട് എന്നുള്ളത് നോക്കാം. ഇൻ ദ കേസ് ഓഫ് ownership of the goods has transferred to the buyer. First right is a right of lien, second right is right of stoppage of goods in transit, third one is right of resale. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള റൈറ്റ്സ് ആണ് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ബയറിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അൺപെയ്ഡ് സെല്ലറിനുള്ള റൈറ്റ്സുകൾ. ഓക്കെ, നമുക്ക് ഓരോ റൈറ്റ്സും എടുത്തു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ഓഫ് ലീൻ. A right of lien is the right to retain the possession of the goods. An unpaid seller has the right to retain the goods in his possession and refuse to deliver them to the buyer until the full payment of the price is made to him or the price is offered to him. ഫസ്റ്റ് പോയിൻ്റ് ആണ് റൈറ്റ് ഓഫ് ലീൻ. അതായത് ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെ പൊസഷൻ വയ്ക്കാനുള്ള അവകാശം. അതായത് ഗുഡ്സ് സെല്ലറിൻ്റെ കൈവശം തന്നെ വയ്ക്കാനുള്ള അവകാശമുണ്ട്. അതാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. ആ ഒരു ഗുഡ്സിൻ്റെ പർട്ടിക്കുലർ പ്രൈസ് എത്രയാണോ കോൺട്രാക്റ്റിൽ പറയുന്നത് അതിൻ്റെ ഫുൾ പേയ്മെൻറ്റും കംപ്ലീറ്റ് നടത്തുന്നത് വരെയും ആ ഒരു ഗുഡ്സിൻ്റെ പൊസഷൻ അൺപെയ്ഡ് സെല്ലറിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അതിനുള്ള അവകാശമാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. ഗുഡ്സ് ട്രാൻസിറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ അൺപെയ്ഡ് സെല്ലറിന് അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അതായത് ആ ഒരു ഗുഡ്സ് ബയറിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നതിന് മുൻപേ തന്നെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, അതാണ് ദ ടേം സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് മീൻസ് സ്റ്റോപ്പിംഗ് ഓഫ് ദ ഗുഡ്സ് വൈൽ ദേ ആർ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ്. ഇപ്പോൾ അത് ബയറിൻ്റെ അടുത്തേക്ക് സാധനം കൊണ്ടുപോകുന്ന ഒരു വഴിയിലായിരിക്കാം. സോ അപ്പം അദ്ദേഹത്തിന് സെല്ലറിന് ആ ക്യാഷ് കിട്ടിയിട്ടില്ല, ഫുൾ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ചെക്ക് ഡിസോണറായിട്ട് പോവുകയോ എന്തെങ്കിലും ചെയ്യുന്ന ആ നിമിഷം തന്നെ സെല്ലറിന് ആ ഒരു ഗുഡ്സ് ട്രാൻസിറ്റ് ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് റൈറ്റ് ടു സ്റ്റോപ്പേജ് ഓഫ് ഇൻ ട്രാൻസിറ്റ്. ഇതാണ് സെക്കൻഡ് റൈറ്റ്. ഇനി തേർഡ് വൺ നോക്കാം. തേർഡ് വൺ ഈസ് റൈറ്റ് ഓഫ് റീസെയിൽ. If the buyer fails to pay or offer the price within a reasonable time, the unpaid seller has the right to resell the goods in the following circumstances. When the goods are of perishable nature, where the seller expressly reserves his right for resale.
അപ്പം തേർഡ് റൈറ്റാണ് ആ ഗുഡ്സ് റീസെയിൽ ചെയ്യാനായിട്ടുള്ളത്. അത് രണ്ട് സിറ്റുവേഷനിലാണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഗുഡ്സ് പെരിഷബിൾ നേച്ചറാണെങ്കിൽ, ഇപ്പം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ബയർ ആ ക്യാഷ് സെല്ലറിന് എത്തിച്ചിട്ടില്ല, ഫുൾ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെല്ലറിന് തീർച്ചയായിട്ടും അത് റീസെയിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് റീസെയിൽ ചെയ്യാമെന്ന് എക്സ്പ്രസ്ലി കോൺട്രാക്റ്റിൽ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെല്ലറിന് ആ ഗുഡ്സ് റീസെയിൽ ചെയ്യാം. ഇങ്ങനെ 3 തരത്തിലുള്ള റൈറ്റ്സ് ആണ് അൺപെയ്ഡ് സെല്ലറിന് ഉള്ളത്. അതായത് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ബയറിൻ്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിലാണ് ഈ 3 റൈറ്റ്സും വരുന്നത്. റൈറ്റ് ഓഫ് ലീന്, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, തേർഡ് വൺ റൈറ്റ് ഓഫ് റീസെയിൽ. അൺപെയ്ഡ് സെല്ലറിൻ്റെ പ്രധാനപ്പെട്ട 2 റൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് റൈറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, റൈറ്റ് എഗൈൻസ്റ്റ് ദ ഗുഡ്സ് സോൾഡ്. അതിൽ തന്നെ 2 സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എങ്കിലാണ് നമ്മൾ പ്രധാനമായും 3 റൈറ്റ്സ് പറഞ്ഞത്. അതായത് റൈറ്റ് ഓഫ് ലീന്, റൈറ്റ് ഓഫ് റീസെയിൽ ആൻഡ് റൈറ്റ് ടു സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഇനി സെക്കൻഡ് സിറ്റുവേഷനാണ് ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഹാസ് നോട്ട് ട്രാൻസ്ഫേർഡ് ടു ദ ബയർ. ബയറിന് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ സെല്ലറിനുള്ള റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഇവിടെ അൺപെയ്ഡ് സെല്ലറിന് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് റെഫ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സിറ്റുവേഷനിൽ സെല്ലർ ഈസ് നോട്ട് ലയബിൾ for damages for non-delivery of goods until the price is paid or tendered. അതായത് സെല്ലറിന് ഹീസ് നോട്ട് ലയബിൾ ഫോർ അൺനോൺ ഡെലിവറി ഓഫ് ഗുഡ്സ് ബയറിൻ്റെ അടുത്ത് ഡെലിവറി ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലയബിലിറ്റി ഒരിക്കലും സെല്ലറിൻ്റെ അടുത്ത് വരില്ല. കാരണം അദ്ദേഹത്തിന് ഫുൾ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പം റീസെയിൽ ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്, റൈറ്റ് ടു ലീനുണ്ട്. അതുപോലെ തന്നെ ഹീസ് നോട്ട് ലയബിൾ ഫോർ നോൺ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഓക്കെ, ഇത്രയുമാണ് റൈറ്റ് എഗൈൻസ്റ്റ് ദ ഗുഡ്സ് സോൾഡിൽ വരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റൈറ്റ് എഗൈൻസ്റ്റ് ദ ബയർ എന്താണെന്ന് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം. അതുകൂടി ചേരുമ്പോഴാണ് അൺപെയ്ഡ് സെല്ലർ എന്ന ടോപ്പിക്ക് കവറാകുന്നത്. അൺപെയ്ഡ് സെല്ലർ എന്താണെന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണെന്നും. റൈറ്റ്സ് എഗെയിൻസ്റ്റ് ഗുഡ്സ് സോൾഡും ഉണ്ട്, റൈറ്റ് എഗെയിൻസ്റ്റ് ദ ബയറും ഉണ്ട്. റൈറ്റ്സ് എഗെയിൻസ്റ്റ് ദ ബയർ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം.